ഇനി ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയിലേക്കാണ്. പത്തനംതിട്ട പമ്പയാറ്റിൽപ്പെട്ട സ്ത്രീയെ രക്ഷിച്ച അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ. കടവിൽ തുണി കഴുകുന്നതിനിടെയാണ് ചെങ്ങന്നൂർ സ്വദേശിയായ ശ്രീകല പമ്പയാറ്റിലേക്ക് വീണത്. ഡ്യൂട്ടിയിലല്ലാതിരുന്ന അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥനാണ് ജീവൻ രക്ഷിക്കാൻ പമ്പയാറ്റിലേക്ക് എടുത്തു ചാടിയത്. പത്തനംതിട്ട പാണ്ടനാട് മിത്രക്കടവ് പാലത്തിന് മുകളിൽ ആളുകൾ കൂടി നിന്നു. രക്ഷിക്കണേ എന്ന് പലരും വിളിച്ചു പറഞ്ഞെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. പമ്പയാറ്റിലെ കടവിൽ തുണി കഴുകുന്നതിനിടെയാണ് ചെങ്ങന്നൂർ സ്വദേശി ശ്രീകല നദിയിലെ ഒഴുക്കിൽപ്പെട്ടത്. പാലത്തിൽ നിന്ന് 50 മീറ്ററോളം മാറി നദിയിലുണ്ടായിരുന്ന മൺപുറ്റിൽ തങ്ങി നിൽക്കുകയായിരുന്നു ശ്രീകല. ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ പമ്പയാറ്റിലേക്ക് ഓടി. മറ്റൊരാൾ എറിഞ്ഞുകൊടുത്ത വടവുമായി മീറ്ററുകൾ നീന്തി അയാൾ യുവതിയെ രക്ഷിച്ചു. മടങ്ങിയെത്തിയപ്പോഴാണ് രക്ഷകൻ തിരുവല്ല അഗ്നിരക്ഷാ നിലയത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ശ്രീനിവാസ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. കുടുംബവുമൊത്ത് ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്കാണ് ഉദ്യോഗസ്ഥൻ കർമ്മനിരതനായത്. ജീവൻ രക്ഷിക്കാനുള്ള മനസാന്നിധ്യമാണ്, മറിച്ച് ഔദ്യോഗിക ചുമതലകളല്ല പ്രധാനമെന്ന് കൂടി നിന്നവർ തിരിച്ചറിഞ്ഞു. തൊട്ടപ്പുറത്തിരുന്ന ജീവൻ തിരികെ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിൽ ശ്രീകലയും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ വാർത്തകൾ നമ്മൾ തന്നെ നിരവധി തത്സമയ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് വെക്കാൻ ഒരു സ്നേഹത്തിന്റെ നന്മയുടെ കാഴ്ച കൂടി. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, ഡ്യൂട്ടിയിലാണോ യൂണിഫോമിലാണോ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ള മനസ്സ് അതുണ്ടായാൽ മാത്രം മതി ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും. അത് കൃത്യമായി ആ മനസ്സിലുണ്ട്. അതിനുള്ള ഒരു ആത്മധൈര്യവുമുണ്ട്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് എന്തോ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാമല്ലേ? ഈ സ്റ്റോറി ഒളിപ്പിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാന ആകർഷണമായി വരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യവും ഈ സ്റ്റോറിന് അനുബന്ധമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ അഗ്നിരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോൾ വലിയ സന്തോഷവും ഒപ്പം ഒരു ആത്മവിശ്വാസവും സ്വയം രക്ഷാബോധവുമാണ് നമുക്കുണ്ടാകുക. കാരണം നമുക്കെല്ലാവർക്കും അപകടത്തിൽപ്പെട്ടാൽ രക്ഷയ്ക്കായി ഒരു സേനയുണ്ടല്ലോ, ആ സേനയിൽ ഓരോ ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ എന്ന് എല്ലാ വാർത്തയിലും എടുത്തു പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വാർത്തയുടെ സസ്പെൻസ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കാരണം ഒന്ന്, ഇപ്പോൾ എന്നെ പോലൊരാൾ അവിടെ ഉണ്ടെങ്കിൽ ആ സ്ത്രീ അങ്ങനെ ഈ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെട്ടു എന്ന് കണ്ടാൽ ഇറങ്ങാൻ മടിക്കും. കാര്യം എന്താ, നീന്തൽ അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇറങ്ങി നമ്മുടെ കൂടി ജീവൻ രക്ഷിക്കേണ്ട ഘട്ടത്തിലേക്ക് മറ്റൊരാളെ എത്തിക്കേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു നിസ്സംഗതയിൽ നിസ്സഹായാവസ്ഥയിലുമായിരുന്നു. നിസ്സംഗത എന്ന് പറയാൻ കഴിഞ്ഞാൽ നിസ്സഹായാവസ്ഥയിലായിരുന്നു ആ നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി ആരോ എറിഞ്ഞു കൊടുത്ത വടം അതും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ പോകുന്ന ഘട്ടത്തിൽ തിരിച്ചെത്തി ആരാണ് താൻ എന്ന് പറഞ്ഞത്. അവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത് ആ വ്യക്തിഗത പ്രവർത്തനമുണ്ട്, ആ മനസ്സിലുണ്ടായ മനസാന്നിധ്യമുണ്ട്. ഇറങ്ങി ചെന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ കണ്ട അത്രയും വിശാലമായൊരു മനസ്സൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അത് അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചുറ്റും നിന്ന ആളുകൾക്കുണ്ടായ മാനസികമായൊരു സന്തോഷവും മാനസികമായ ആത്മവിശ്വാസവും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റോറിയുടെ ഓരോ വരികൾ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയത്. അത്തരത്തിൽ നമ്മൾ കണ്ടുണ്ട് ചെറിയ മോതിരം ഈ കയ്യിൽ ഇങ്ങനെ കുടുങ്ങി അത് നീരടിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് മുതൽ ജീവൻ രക്ഷിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റോറിയിൽ. ആ ദൃശ്യങ്ങളെല്ലാം നാട്ടുകാർ പകർത്തുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം സാഹസികമായി പോയി ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കർമ്മനിരതനാകുക എന്ന് പറഞ്ഞാൽ അത് സദാസമയം അങ്ങനെ തന്നെയാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ, അതിപ്പോൾ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ പട്ടാളത്തിൻ്റെ ഭാഗമായുള്ള ആളോ എന്നും ചിന്തിക്കേണ്ട. ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ സ്വയം ജാഗ്രത പാലിച്ച് അതിനെ കഴിയുന്ന ആളുകളെ സംഘടിപ്പിക്കുക, വിളിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇവിടെ ഉള്ളവർ അഗ്നിരക്ഷാ സേനയെ വിളിച്ചു കാണാം. അതിന് മുമ്പ് തന്നെ ഉല്ലാസയാത്ര കഴിഞ്ഞ് കുടുംബവും മടങ്ങുന്ന ആ മനുഷ്യൻ എടുത്തിറങ്ങി ഒരു ജീവൻ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അഗ്നിരക്ഷാ യൂണിറ്റ്, തിരുവല്ല അഗ്നിരക്ഷാ യൂണിറ്റ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാർത്ത ഒരു ആദരവായും അപ്പോൾ ഒരു ആത്മവിശ്വാസവുമായും യൂണിഫോമിലാണോ അല്ലേ എന്നുള്ളതൊന്നുമല്ല, ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അപ്പോൾ രാഹുൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരുപാട് പേർ കൂടി നിന്നെങ്കിലും എല്ലാവർക്കും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ, അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ അത് ഒരാളെ രക്ഷിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പോലും കൃത്യസമയത്ത് എടുത്തു ചാടി നീന്തൽ അറിയണമെന്നുമില്ലല്ലോ. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് നീന്തൽ അറിയാത്ത ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളും ഇതിലുണ്ട്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉള്ളത് കൊണ്ട് ഭാഗ്യമായി അതിനെന്തായാലും വലിയൊരു കയ്യടിയും കൊടുക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പോൾ അവനവന്റെ സുരക്ഷ അവനവന്റെ കയ്യിൽ തന്നെയാണ്. അപകടങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക.